മിനിഞ്ഞാന്ന് ഞാനും തങ്ങളാപ്പിയും കൊട്ടപ്പുറത്തായിരുന്നു വയലിന്. ബഹുമാനപ്പെട്ട ബായാർ തങ്ങളുപ്പാപ്പ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. തങ്ങളാപ്പി ഞാനും കൊട്ടപ്പുറത്തായിരുന്നു വയല്. അവിടെ ഞാൻ വയലിന് വരുമ്പോൾ തങ്ങളാപ്പാനെ ഇരുത്തി തന്നെ പറഞ്ഞേ, മൂന്ന് മക്കളൊരു പെണ്ണ് ചാടിപ്പോയി. നമ്മളെ മലപ്പുറം ജില്ലയിലെ 3 മക്കളുള്ള ഒരു പെണ്ണ് ചാടിപ്പോയി. അപ്പൊ അത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല. ഞാനത് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഉസ്താദ് 5 പെണ്ണുള്ള പെണ്ണ് ഇപ്പൊ 5 കുട്ടികളെ പെണ്ണ് ചാടിപ്പോയി. എന്തോ അള്ളാഹു നമ്മളെ കാക്കട്ടെ. വാപ്പുട്ടി ഉസ്താദ് കഥ എന്നാ അമ്മയും പറഞ്ഞില്ലേ ഉസ്താദ് മുസ്തഫോലിയന് അള്ളാഹു അത് ശരി, നമ്മൾ പഴയ പേരിലാണ്. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താപ്പി കേൾക്കുന്നത്. ഒരു സുഹൃത്ത് ഒരു അനുജനോട് പറയാ, സംഘടനാ കുടുംബത്തെ അനുജനാണ് തങ്ങളാപ്പ. ആ കുട്ടി എന്നോട് പറയാ, രാത്രി ഇങ്ങനെ കിടക്കുമ്പോ പെണ്ണ് എന്നോട് പറഞ്ഞത് ഈ കുട്ടിയോട് ചോദിക്കും, എന്നെ ഫ്രീ ആക്കി തരുമോ. ഒരു ഭർത്താവിനോട് നല്ലോണം ശ്രദ്ധിച്ചോളി അബിബി, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പെണ്ണ് പറയുന്നത് ഫ്രീ ആക്കി തരുമോ. അപ്പൊ എന്തേ ചോദിച്ചപ്പോ, ഒന്നുമില്ല, നാളെ ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ വരും, ഓരപ്പം പോവുകയാണ്. പച്ചയില് മാപ്പിള ഭർത്താവിനോട് പറയാ, ഞാൻ നാളെ എൻ്റെ കൂട്ടുകാരൊക്കെ വരും. അപ്പൊ ഈ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടല്ല, അതിലെ സ്നേഹമായി ബന്ധപ്പെട്ട് നാളെ ഒരു ബൈക്ക് പോവുകയാണ്. എന്നിട്ട് അത്ഭുതം അതല്ലാന്ന് ഇയാള് ചോദിച്ചു, നമ്മളെ കുട്ടിയെ ചോദിച്ചു, കുട്ടീനെ എനിക്ക് എന്തായാലും വേണ്ടാറ്. ഇങ്ങനൊക്കെ ഒരു പെണ്ണ് പറയോ. എന്നാ തുടങ്ങി നമ്മളെ നാട്ടില്. നേരം വെളുത്തു, ഒരുത്തം ബൈക്കിൽ വന്നിങ്ങനെ നിൽക്കണേ. അപ്പൊ ഈ പെണ്ണ് സ്വന്തം ഭർത്താവ്, നമ്മൾ മലപ്പുറം ജില്ല കൊണ്ടോട്ടിയെടുത്ത സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ പെണ്ണ് പറയാൻ, ഞാൻ പോട്ടട്ടാ, ഒന്നും വിചാരിക്കണ്ട, ഒരു ഭർത്താവത്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്, നിങ്ങളൊരു വെറുപ്പൊന്നും ഇല്ലട്ടാ. എന്നിട്ടും ഒരു ഭർത്താവ് ഇങ്ങനെ നോക്കി നിൽക്കേ അവള് വേറൊരുത്തന്റെ കൂടെ ബൈക്കിലങ്ങ് പോയി. അള്ളാഹു കാക്കട്ടെ. വേണമെങ്കിൽ ആമ്യം പറഞ്ഞോളി മക്കളെ, രാത്രി കിടക്കുമ്പോ ഫ്രീ ആക്കി തരുക വെച്ചാൽ കഴിഞ്ഞു നമ്മളത്. എന്തിനാ ജീവിക്കുള്ള പിടുത്തുണ്ടോ? എല്ലാം കഴിഞ്ഞു. അത് ഞാനും നിങ്ങളൊക്കെ കണക്കാ വിഷയത്തില്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോ എന്താപ്പതൊക്കെ പറയാ, എന്തോ ഒരു ജീവിതം. ഭർത്താവ് എന്ന് പറഞ്ഞ സ്വർഗത്തിലേക്കുള്ള മുത്താണ്. ഭർത്താവിന്റെ കാലിൻ ചുവട്ടിലാണ് ഒരു ഭാര്യയുടെ സ്വർഗം, അഥവാ ഭർത്താവാണ് വിജയത്തിന്റെ ഭാഗം. പക്ഷേ ആ ഒരു മഹത്വം ഭാര്യമാർക്ക് തിരിയാതെ പോകുന്നു. ഭാര്യമാരെന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ ഉമ്മയാണ്. ഹിയ ഉമ്മ ഔലാദിക്ക എന്ന് ചോദിച്ചിട്ടുണ്ട് ദീന്. പക്ഷെ ഭർത്താക്കന്മാർക്ക് അതും തിരിയാതെ പോയി. നമ്മുടെ ഭാര്യ, നമ്മുടെ കുട്ടികളുടെ ഉമ്മ, അത് വല്ലാത്ത ബറക്കത്തിന്റെ കേന്ദ്ര. പുരുഷന്മാർക്ക് തിരിയുന്നില്ല. എന്നാൽ ഒരു ഭാര്യയ്ക്ക് ഏറ്റവും വലുത്, ഞാൻ ഉസ്താദിനെ കിരുത്തി പറയാം, ഏറ്റവും വലുതൊക്കെ നിങ്ങള് ഉമ്മ ഉപ്പ ഒക്കെ ഹയാത്തിലുണ്ട്. എന്നാലും ഒരു പെണ്ണിന് ഏറ്റവും വലുതാരാ? ആയിഷ ബീവി മഹദി അവറുകൾ ഉമ്മ ചോദിച്ചപ്പോ, നബിയെ ഒരു പെണ്ണിന് ഏറ്റവും വലുതാരാ? സൗജുഹാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ള നസ്സം പറഞ്ഞല്ലേ, സൗജുഹാ അവിടെ ഭർത്താവാണ്. പക്ഷെ എന്നാ നലിംബരി ഉണ്ടോന്ന് ഒരുത്തങ്ങനെ ചിരിക്കുമ്പോഴേക്കാണ് പോവുക. 4-5 മക്കളുണ്ടെങ്കിലും ശരി, അങ്ങ് ഇറങ്ങിപ്പോവുക, യാതൊരു പ്രശ്നവുമില്ല. ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതാരാണ് എന്ന് നമ്മുടെ ഭാര്യമാർക്ക് തിരിയാതെ പോകുന്നുണ്ട്. വിഷയം ഗൗരവം തന്നെയല്ലേ. ഇതാണ് ഘട്ടങ്ങൾ. പക്ഷേ ഇതിൽ നിന്നൊക്കെ സമാധാനം, സന്തോഷം, ബറക്കത്ത്, ഉള്ളതിൽ ബറക്കത്ത്. മക്കളെ കൊണ്ടും ബറക്കത്ത് വേണം, ഭാര്യയെ കൊണ്ടും ബറക്കത്ത് വേണം, നമ്മുടെ ധനം കൊണ്ടും ആയുസ്സിലും ആഫിയത്തില് ശാരീരികമായിട്ടൊക്കെ ഒരു ബറക്കത്ത്. അതിനുള്ള വഴി അൽഹംദുലില്ലാഹ് അസ്സലാത്തു അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഉസ്താദുമാർ ധാരാളം ഉണ്ട്, ധാരാളം വലിയ ആലിമീങ്ങളുണ്ട്. ഞാൻ അവരെത്തി പറയാ, തർക്കല്ല ഈ വിഷയത്തിൽ. തമസ്സക് ബിൻ നബിയ്യി വ കുല്ലു സഹബിൻ, ഇത് മഹാന്മാർ എഴുതി വെച്ച ചില്ലറക്കാരല്ലട്ടാ. ഇത് പറയുന്നത് വലിയ മഹത്തുക്കളാണ്. പിടിച്ചോളൂ മുസ്ലിമീങ്ങളെ റസൂലുള്ളാനെ. വ കുല്ലു സഹബിൻ, ഏത് മല പോലെയുള്ള പ്രശ്നങ്ങളും യഹൂനു ഇദാ തമസ്സക ബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിത്തങ്ങളെ പിടിച്ചാൽ മഞ്ഞു പോലെയായി തീരും. അത് കാരണം അള്ളാഹു ഈ ഉമ്മത്തിന് റഹ്മത്തായി നൽകിയ ഏറ്റവും വലിയ റഹ്മത്തിന്റെ കേന്ദ്രമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അതുകൊണ്ട് തന്നെ നബിത്തങ്ങളെ പിടിച്ചാൽ തമസ്സക് ബിൻ നബിയ്യി വ കുല്ലു സഅബിൻ, ഏത് മല പോലെയുള്ള പ്രശ്നങ്ങളും മഞ്ഞു പോലെയായി തീരുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നബിത്തങ്ങളിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ വഴി എത്ര കണ്ട് സ്വലാത്ത് ചൊല്ലുന്നോ അത്ര കണ്ട്
അഷ്റഫുൽ ഖൽഖ് തങ്ങളേക്ക് അടുക്കാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വേറെ ഒന്നിനും ചിന്തിക്കാതെ പല അഭിപ്രായങ്ങളുണ്ടാവും. ഉമ്മയെ അടിച്ചാൽ പറയും അത് കിട്ടേണ്ടതാണ്, കൊടുക്കേണ്ടതാണ് പറയും. അതങ്ങനെയാണ്. ഒരു ഉസ്താദിനെ കുറിച്ച് വല്ലതും പറഞ്ഞാൽ അയാൾക്കത് കേൾക്കേണ്ടതാണെന്ന് പറയും. എല്ലാത്തിനും പടച്ചുറബിനെ കുറിച്ച് പറഞ്ഞാൽ അതിനും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. റസൂലുള്ളാഹിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നു. പക്ഷെ നമുക്ക് ഈമാന്റെ വെളിച്ചം കിട്ടിയ നമ്മൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബിൽ ഇറക്കി വെക്കുന്ന ഒരു കുട്ടിയും ഖായിബാകില്ല. ഇങ്ങോട്ട് വന്നിരുന്നോളെ നിങ്ങൾ വരിക ബിബി. ഇയാളൊക്കെ തബൂക്കിൽ ബടാ കോച്ചാണ് പണം കൂടിയപ്പോൾ ഇങ്ങോട്ട് വരും. പണം ഓവറായി കിട്ടും. ഇങ്ങോട്ട് വരി അബിബി സഖാവസ്ഥ അങ്ങോട്ട് വരി. പണം കിട്ടിയപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒന്നും വേണ്ട. അങ്ങോട്ട് വരി അബിബി. ഈ കുന്തേ ഇതുകൂടെ നാട്ടിൽ നമ്മളെവിടെ അതന്നേരം കിടന്ന് കളിക്കാണ് ഞാൻ. അപ്പോ മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൻ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വഹാബത്തിനെ വല്ലാതെ സന്തോഷിപ്പിച്ചൊരു ഹദീസ്. ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഖൽബിൽ എന്നോടൊരു ചെറിയ സ്നേഹമുണ്ടോ ആ മഹബത്തുള്ള മക്കൾ അല്ലാഹു നരകത്തിലിടൂല. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, സല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്. മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൻ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഇത് റസൂലുള്ള പഠിപ്പിച്ചുവെങ്കിൽ സ്വഹാബികൾ അത് നെഞ്ചിലേറ്റി. ദീനുള്ള സ്വർഗത്തിൽ ഇങ്ങനെ പാറിക്കളിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ അത് ഖൽബിൽ ഇറക്കി വെച്ചു. നമുക്കെന്തുകൊണ്ട് നബിത്തങ്ങളെ ഖൽബിൽ ഇറക്കി വെച്ചുകൂടാ? എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, റസൂലുള്ളാഹിനെ ഖൽബിൽ ഇറക്കി വെച്ചില്ല എങ്കിൽ എവിടെയും എത്തില്ല, എവിടെയും എത്താനിട്ട് കഴിയില്ല. ലൗ അന്ന സമാവാതി സബ്അ വൽ അർളീൻ, 7 ആകാശവും 7 ഭൂമികളും ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഫീ കഫത്തിൽ മീസാൻ, ഒരു തുലാസിൽ. വലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഫീ കഫത്തിൻ ഉഖ്റാ, മറ്റൊരു തുലാസിലും അങ്ങ് വെച്ചാൽ ലോകത്തുള്ള എല്ലാം ഒരു തട്ടിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിൽ. ലസഖുലത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ കവച്ചു വെക്കാൻ ഇതൊന്നും എത്തുകയില്ല. കവച്ചു വെക്കാൻ ലോകത്തൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ആ കലിമ ചൊല്ലിയതുകൊണ്ട് മാത്രം ആകാശത്തിന്റെ ചുവട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഈമാനിന്റെ വെളിച്ചം കിട്ടുമോ? ഹത്താ തശ്ഹദ വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയാതെ ഭൂമിയിൽ ഒരാൾക്ക് ഈമാന്റെ വെളിച്ചം കിട്ടില്ല. ഈ നബിത്തങ്ങളെ ഖൽബിൽ ഇറക്കി വെക്കണോ? സഖാവുസ്താദ് ഇറക്കി വെക്കണോ വെക്കണ്ട? നിങ്ങൾ ആലോചിച്ച്. മാത്രമല്ല വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ്സമാവാതി വൽ അർദ്, 5 വഖത്ത് ഫർളാക്കപ്പെട്ട നിസ്കാരത്തിലും മറ്റു സുന്നത്തുകളിലുമൊക്കെ ചൊല്ലുന്ന പ്രധാനപ്പെട്ടൊരു ദിക്റാണ് നമ്മൾ ഓതുന്ന വജ്ജഹ്തു. അതിൽ ഉറപ്പിച്ച് തറപ്പിച്ച് നമ്മളൊക്കെ പറയുന്നു, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി, എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ മറ്റ് ഇബാദത്തുകൾ പോകട്ടെ, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ഉറപ്പിച്ച് പറയുന്ന നമ്മൾ 5 വഖത്ത് ഫർളാക്കപ്പെട്ട നിസ്കാരത്തിലും ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ചപ്പോഴും 5 വഖത്തിലും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, റസൂലുള്ളാഹിനെ ഖിതാബിട്ട് പറഞ്ഞേ പറ്റൂ. നബിത്തങ്ങളെ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാണ്. അല്ലേ? എന്ന് അവസാനത്തെ അത്തഹിയ്യത്ത് നോക്ക് നിങ്ങൾ. അസ്സലാമു അലൈക എന്ന് നബിത്തങ്ങളെ ഖിതാബിട്ടില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. റസൂലുള്ള അല്ലാത്ത ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരിൽ ഏതെങ്കിലും ഒരാളെ ഖിതാബിട്ട്, അത് നമ്മുടെ ഉമ്മയാവട്ടെ വാപ്പയാവട്ടെ, അസ്സലാമു അലൈക്കി, അസ്സലാമു അലൈക എന്ന് നമ്മുടെ ഉമ്മാനെ കുറിച്ച് വാപ്പാനെ കുറിച്ച് ഖിതാബിട്ട് പറഞ്ഞാലും നമ്മുടെ നിസ്കാരം ബാത്തിലാകും. റസൂലുള്ളാഹിനെ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാണ്. സ്വല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്. അപ്പൊ ആരാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹ്? നബിത്തങ്ങളെ 5 വഖത്തിലും
അസ്സലാമു അലൈക്ക എന്ന് പറഞ്ഞേ പറ്റൂ. വേറൊരാളെ ഹിതാബിട്ട് പറയാൻ പറ്റൂല. പറഞ്ഞാൽ നിസ്കാരം അസ്ഥാനത്താണ്. ഇങ്ങനെയാകുമ്പോ ആ നബിത്തങ്ങളെ നമ്മുടെ കൽബിൽ ഇറക്കി വെക്കണോ വെക്കണ്ടേ? ഒന്നും കൂടെ ഞാൻ പറയാം. ഫറള് നിസ്കരിക്കുന്ന ഫുഖാഹ് പഠിപ്പിക്കുന്ന കാണാം, ഫറള് നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ റസൂലുള്ള വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. ഖിബല തെറ്റിയാൽ കുഴപ്പമില്ല, 3 ചലനമുണ്ടായാൽ പ്രശ്നമില്ല. നടന്നു പോയാലും ഖിബല തെറ്റിയാലും ചലനമുണ്ടായാലും ഒരു കുഴപ്പവുമില്ല. നേരെ മറിച്ച് നമ്മുടെ ഉമ്മ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുത്, വാപ്പ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുത്. ആ നബിത്തങ്ങളെ നമ്മുടെ കൽബിൽ ഇറക്കി വെക്കണോ? ഇറക്കി വെച്ച മഹാന്മാരൊക്കെ ദുനിയാവിലും നല്ല റാഹത്തായിരിക്കും, പള്ളിക്കാട്ട് നല്ല സന്തോഷം, ആഖിറത്തിലും വലിയ സന്തോഷം. ഒരു നിർണായക ഘട്ടത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് സിദ്ദീഖേ, ഇപ്പൊ ഒരു അവസരമാണ്, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. 3 കാര്യം ചോദിക്കാൻ പറഞ്ഞു കൂട്ടത്തിൽ. സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചോളൂ സിദ്ദീഖ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലിയാർ തങ്ങൾ ഓരോ മഹാന്മാരും ചോദിക്കാൻ പറഞ്ഞപ്പോ കിട്ടിയ അവസരല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും മഹാൻ ഇവിടെ വന്നിട്ട് ചോദിച്ചോളൂ നമ്മൾ അടങ്ങിയിരിക്കുമോ? ഇത് റസൂലുള്ളാഹിയാണ് ചോദിക്കാൻ പറയണം. എല്ലാവരും പറഞ്ഞു. ഉസ്മാൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, ഇത്ആമു തആം, കുറേ പാവങ്ങൾക്ക് ചോറെടുത്ത് മരിക്കാൻ കഴിയണം. ഒരുപാട് സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് നിങ്ങൾക്ക് മരിക്കാൻ കഴിയണം. അലിയാർ തങ്ങൾ നല്ല ദീന്റെ ഖാദിമാവണം. ഓരോരുത്തരും പറഞ്ഞു വന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് സിദ്ദീഖ് തങ്ങൾ എന്തു പറയും? സിദ്ദീഖേ, എന്താണ് അങ്ങേക്കുള്ള സന്തോഷം ചോദിക്കാനുള്ളത്? അവിടെ നിന്ന് പറഞ്ഞു, അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, എൻ്റെ ആയുസ് മുഴുവനും അവിടുത്തെ മുഖത്തേക്ക് അങ്ങനെ നോക്കിയിരിക്കാൻ കഴിയാം. പിന്നെന്താ സിദ്ദീഖേ വേണ്ടത്? വൽ ജുലൂസു ബൈന യദൈക യാ ഹബീബല്ലാഹ്, ഇവിടെയും ആഖിറത്തിലും അവിടുത്തെ പരിസരത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റിയിരിക്കാനും കഴിയണം. സ്വഹാബികൾ അമ്പരപ്പിച്ചില്ലേ? പിന്നെ റസൂൽ ചോദിച്ചു, മീനി 3-മത്തെ എന്താ വെച്ചു? ഇൻഫാഖു മാലി അലൈക യാ ഹബീബല്ലാഹ്, അള്ളാഹു എനിക്കെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടുത്തെ മഹബത്ത് കിട്ടാൻ വേണ്ടി ചെലവഴിക്കാനും കഴിയണം. വേറൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സിദ്ദീഖ് തങ്ങളാണത്. അമ്പിയാക്കളെ കഴിഞ്ഞ് ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും പവറുള്ള മുത്താണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. ആ സിദ്ദീഖ് തങ്ങള് അവിടുന്ന് പറഞ്ഞത് 3 ചോദ്യത്തിന് അവസരം കിട്ടിയപ്പോൾ 3 നൽകിയ മറുപടി ഇതാ. എങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, റസൂലുള്ളാഹിനെ കൽബിൽ ഇറക്കി വെക്കാനും ഇങ്ങോട്ട് വരാം. ഇവിടെ അതൊക്കെ നമ്മളെ പഴയ മനുഷ്യന്മാർ. ക്രിസ്ത്യാനൊക്കെ വർക്കത്ത് വർക്കട്ടെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ഇന്നത്തെ ഒരു മജ്ലിസ് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ജ്യേഷ്ഠാനുജന്മാരാണ്, പുറമ്പക്കാരനൊന്നല്ല. ഞാൻ ഈ വഴിക്കടവ് 5-8 കൊല്ലം താമസിച്ച ആളാണ്. പിന്നെ ചൂട് സഹിക്കാൻ കയറ്റി ഓടിയതാണ്. ചൂടേ ഇതൊക്കെ ഇവിടെ നിന്ന് കൂടി നോക്കി. നിങ്ങൾ ഈ സാധനമൊക്കെ ഇവിടെ നിന്ന് കൂടിയിരിക്കുക, ഞാനൊക്കെ സഹിക്കാൻ കഴിയായിട്ട് പാഞ്ഞ. അപ്പോൾ ഇപ്പൊ നോക്കി നിങ്ങൾ മട പെയ്തെത്തിയാൽ ഇപ്പോൾ ചൂടാക്കടി ഇവിടെ. ഇപ്പൊ അത് അക്ബർ ഇത് അവിടെ നിന്ന് കൂടിയിരിക്കുന്നത് എൻ്റെ നാവ്. അപ്പോ ഞാൻ പറയുന്നത് നമ്മൾ നാട്ടുകാരാണ്. വഴിക്കടവ് പരിസരത്തൊക്കെ ബാധ നാട്ടുകാരാണ്. സ്വലാഹു ഒക്കെ കഴിക്കുന്നത് നമ്മളെ ചങ്ങായിയാണ്. അങ്ങനെ ഒരു കിർഫാറതല്ല കൊടുത്തിട്ടില്ല വർഗത്തിന്. പഴയ കൂട്ടുകാരന് ഇപ്പോൾ ഒരു സ്നേഹം, പണം കണ്ട് കൂടിയപ്പോൾ ഒരു സ്നേഹവുമില്ല. എന്താ ചെയ്യതൊക്കെ? അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. സ്വന്തം ജ്യേഷ്ഠാനെ ഒരു അനുജനെ പോലെ കാണുന്നവരാരൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ മജ്ലിസിൽ ഒരു നീണ്ട വഴല്, ഒരു ചുരുക്കുള്ള വഴല് അതല്ല. നിങ്ങളൊരു സലാമൂല, നമ്മൾ നാട്ടുകാരാണ്, നമ്മൾ സഹോദരങ്ങളാണ്. അപ്പോൾ ഒന്ന് തുറന്ന് പറയാം കുറച്ച് കാര്യങ്ങൾ. അങ്ങോട്ട് നമ്മുടെ കൽബിൽ ഈ ചുറ്റുപാടിൽ ഇന്ന് സ്വന്തം മക്കളുടെ കാര്യത്തിൽ പേടിക്കന്നെയാണ്. എന്താ പറയാൻ വയ്യാന്ന്. ഉസ്താദുമാരും പറക്കണ്, സാദാത്തുക്കളും പേടിക്കണം, എല്ലാവരും. എന്താ നേരം പെടുത്ത നിങ്ങൾ രാത്രി ഒന്ന് പോയി നോക്കി നാടുകാണി ചുരത്തിൽ. ഇപ്പം ഈ വെക്കേഷൻ സമയത്തെ എന്നും നാടുകാണിക്കൂടെ തങ്ങളാപ്പാ വാഴലഴിഞ്ഞ് പോകുമ്പോൾ ഇപ്പം ഇതിൻ്റെ ഇടക്കുണ്ടായി. കണ്ണടക്കാൻ പറ്റുമോ? എന്താ ചെയ്യുക? വാഹനത്തിലാണ് ഈ മുത്താലിമ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബസ്സിൽ
ഒരു ബസ്സിൽ നല്ലോണം എന്താ പറയുക പാട്ട് കെട്ടി ശബ്ദത്തിലിട്ടിട്ടേ ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ നാടുകാണി ചരത്തിൽ റോട്ടിലിറങ്ങിയിട്ടുള്ള വിളയാട്ടെന്ന്. നല്ല ഹാജിമാരുടെ മക്കളാണ്, നല്ല നല്ല ഹാജിമാരുടെ മക്കളെ പെൺകുട്ടികളുടെ ആൺകുട്ടികളെക്കാളും വിളയാടുന്നത് ഒരു ചരടില്ല എന്ന് പറഞ്ഞാൽ മുബാലകത്താവില്ല. ഒരു പ്രശ്നമില്ല, വലതും പറയാൻ പറ്റുമോ? നല്ല ഹാജിമാരുടെ മക്കളാ. ഒരു ദിവസമല്ല സഹോദരങ്ങളെ, നിങ്ങൾ ഊട്ടിയിലിങ്ങനെ ഒന്ന് അവസ്ഥകളൊന്ന് യാത്ര ചെയ്യാൻ നോക്കി. നിങ്ങൾ 3-4 ദിവസം നമ്മളെ കുട്ടികൾ പോണ്. ഉപ്പാക്ക് മിണ്ടിയാൽ പ്രശ്നമാണ്, ബാപ്പ മിണ്ടില്ല, മിണ്ടിയ പെൺകുട്ടി വരെ പ്രശ്നമാക്കും, ആൺകുട്ടികളും പ്രശ്നം. നമ്മൾ എന്തിനാണ് ഈ മക്കളെ വളർത്തുന്നത്? നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമ്മൾ ഓർത്തിട്ടുണ്ടോ? ഈ നിലക്ക് കുട്ടികളെ കാര്യത്തിൽ നമുക്ക് പേടിയാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ഈ ഒരു ചാൻ ബാറിന് വേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ടതുണ്ടോ? കഷ്ടപ്പെടേണ്ടതുണ്ടോ? നമ്മളെ മക്കൾ, ഈ മക്കൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, നഊദു ബില്ലാഹ്. പക്ഷേ ഇവിടെ നമുക്ക് കുട്ടികളെ ശപിച്ചത് കൊണ്ടോ, കുട്ടികളെ ശകാരിച്ചത് കൊണ്ടോ, കുട്ടികളോട് എന്തെങ്കിലൊക്കെ വിളിച്ചു നമ്മളങ്ങനെ ഉണ്ടല്ല. നമ്മുടെ വഴിക്കട് ഭാഗത്തില്ലട്ടാ, സകാസ്ത വഴിക്കട് ഭാഗത്ത് അങ്ങനല്ല. മലപ്പുറം ചില സ്ഥലത്തൊക്കെ ഉണ്ട്. ഒരു കുട്ടി എവിടെടാ, എവിടെ പോയിനടാ, എന്താടാ, ഏതാടാ. അപ്പൊ ഈ കുട്ടി മെല്ലെ ചെന്നിട്ട് ഉമ്മാനോട്, ഉമ്മ ഏതാ കാക്ക? സ്വന്തം പാപ്പാനെ കുറിച്ച്. അതൊക്കെ കഴിഞ്ഞ സുദ്ദീസ്ത നിങ്ങൾ കുറച്ച് ചൂടാണ്, ശ്രദ്ധിച്ചാളി എന്നിട്ടാ. നിങ്ങൾ പോയിട്ട് ഇങ്ങനെ കുട്ടിയോട് ചൂടാകാൻ നിൽക്കരുത്. എന്താടാ, ഏതാടാ, ആരടാ വെച്ചാലേ ഏതാ ഈ കാക്ക വെച്ചാൽ കഴിഞ്ഞില്ലേ? അതാണിപ്പോൾ അവസ്ഥ. അപ്പൊ മക്കളോടൊരക്ഷരം ഉണ്ടിയ മക്കൾ നമുക്ക് പിന്നെ എതിരായി മാറുക. പിന്നെ ഉപ്പാക്കെതിരാ. ഉമ്മ എതിരല്ലെങ്കിൽ ഉമ്മ വേറെ പറഞ്ഞാൽ കേൾക്കൂല മക്കള്. പക്ഷേ നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ മക്കളുമായി ജീവിതത്തിൽ ഒരു ബറക്കത്തുണ്ടാകാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്തുകൂടെ നാട്ടുകാരെ? സ്വലാത്തുമായി ബന്ധമുണ്ടോ? ഒരു സ്ഥലത്തല്ല കൊടുക്കില്ല. അത് സദസ്സുകളാവട്ടെ, മജ്‌ലിസുകളാവട്ടെ, ഇനി വ്യക്തികളായി സ്വലാത്തിൽ നിന്ന് എല്ലാ മേഖല എടുത്ത് നോക്കി നിങ്ങൾ. ഞാനിങ്ങനെ 2-3 കാര്യം വായിക്കാം. ഖാല ബഅദു സ്വഹാബ മാ മിൻ ബുഖഅ, ഏതൊരു ചെറിയ ഗ്രാമമാണെങ്കിലും ആ രാജ്യത്ത് തുക്സറു ഫീഹ സ്വലാഹ് അലാ സയ്യിദിനാ മുഹമ്മദിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രാജ്യത്ത് ധാരാളം സ്വലാത്ത് പെരുക്കപ്പെടും. ധാരാളം സ്വലാത്ത് അവിടുന്ന് ധാരാളം ചൊല്ലുന്നൊരു മജ്‌ലിസാണ്. ഒരു രാജ്യമാണ്, ഒരു ഗ്രാമം. സ്വലാത്തിന്റെ മജ്‌ലിസ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഇങ്ങനെ സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലുന്ന ഒരു ഗ്രാമമാണ് എങ്കിൽ ഇല്ലാത്ത ബൈനൽ മുസല്ലീൻ വബൈന ഹിജാബിൻ നാർ, ഇടയിൽ അല്ലാഹു തആല വലിയ മറ നൽകും. അല്ലാഹു അവർക്കൊരു പൂന്തോപ്പാക്കി കാണിച്ചു കൊടുക്കും. ഒരു സ്വർഗ പൂന്തോപ്പ് എന്നറിയില്ലേ, അതൊരു കുളിർമായിരിക്കും. എപ്പോഴും സ്വലാത്തിന്റെ മജ്‌ലിസ്, എല്ലാ ആഴ്ചയിലും സ്വലാത്തുള്ള മജ്‌ലിസുള്ള ഒരു നാട് നോക്കി, അതൊരു പ്രത്യേക ഐശ്വര്യമുള്ള നാടായിരിക്കും. എന്ത് വേണം? അത് ആ രൂപമായിരിക്കും വേണം. എല്ലാ വിഷയത്തിലും അത്യാവശ്യമുണ്ട്. സ്വലാത്തിന്റെ മജ്‌ലിസ് അവിടെ 4 ആൾ ഇങ്ങനെ ഇരിക്കുക, ഹദ്ദാന് 2 ആൾ ഇങ്ങനെ ഇരിക്കും പോലെ, ഉസ്താദ് 2 ആളും എല്ലാ വർക്കത്തും കളയുന്നൊരു ശൈലിയാണ്. അപ്പൊ അതല്ല, അത് അതിന്റെ അഖിലുകാർക്ക് അല്ല കൊടുക്കുന്നു മാത്രം. കുട്ടികൾ ഇത് നിർത്താനേ, മക്കൾ നിർത്തൂല കേട്ടോ. ഇത് നിങ്ങളിത് കൊടുത്തിട്ടും കാര്യമല്ല, നിങ്ങൾ എപ്പോഴും ഇരിക്കട്ടെ. ഇത് ഓരോന്ന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഫജ്തഹിദു ഫിസ്സലാത്തി അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാ മആശിറൽ മുസ്ലിമീൻ. ഇത് പറയുന്നത് ഒരു ദിവസം 1000കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന മഹത്തുക്കളിൽപ്പെട്ട ഒരു മഹാനാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഫജ്തഹിദു, മുഅ്മിനീങ്ങളെ നിങ്ങൾ പരിശ്രമിച്ചോളൂ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ. അത് ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും ബസ്സിൽ പോകുന്നുവെങ്കിലും നമുക്ക് അറിയുന്ന സാധാരണ സ്വലാത്ത് ശൈഖുന നമ്മോട് പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. സുൽത്താനുൽ ഉലമ മക്കളായ നമ്മോടൊക്കെ പറഞ്ഞു എല്ലാ ദിവസവും 100 സ്വലാത്ത്. ഇത് 100 സ്വലാത്ത് 10 മിനിറ്റ് വേണ്ട. അപ്പൊ ആ സ്വലാത്ത് ചുരുങ്ങിയത് നമ്മൾ മദ്രസയിൽ ചൊല്ലുന്ന ചെറിയ സ്വലാത്തോടെ മതി. ആ സ്വലാത്ത് 100 സ്വലാത്തെങ്കിലും ചൊല്ലാൻ ഇത് പറയുന്നവര് ഞാൻ എൻ്റെ ജീവിതത്തിൽ 1000ൽ കുറയാറില്ല,
1000-ൽ കുറയാറില്ല എന്ന് പറയുന്ന മഹത്തുക്കൾ അവരാണിത് എഴുതി വെച്ചിട്ടുള്ളത്. അവരുടെ ജീവിതത്തിലെ കുളിർമ പറയുന്നുമുണ്ട്. ഫജ്തഹിദു ഫി സ്വലാത്തി അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ മആശിറൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളെ, നിങ്ങൾ സ്വലാത്തുമായി ബന്ധപ്പെട്ട് അത് വാട്സപ്പിലൂടെയും മറ്റും മറ്റുള്ളവർ അറിയിക്കണ്ട. അഡ്മിന്മാരോട് ഇനി എത്ര ചൊല്ലി, ഞാൻ എൻ്റെ ഭാര്യയും മക്കളും 25 ലക്ഷം ചൊല്ലി. ഇപ്പം അടുത്തൊരുത്തനെ 25 ലക്ഷം നാര്യത്ത് സ്വലാത്ത് എന്തെയ്യും. ബാദിന് നമ്മളവിടെ പോയത് തങ്ങളാപ്പാ എന്താ ചെയ്യുക, ഞാൻ എൻ്റെ ഭാര്യയും മക്കളും 25 ലക്ഷം നാര്യത്ത് സ്വലാത്ത് എല്ലീന്നായി പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ പറഞ്ഞ് അത് ദ്വാരിപ്പിക്കാൻ പറയാം. ഞാൻ വല്ല ഇത് പറഞ്ഞ് പെരിപ്പിച്ച ഉസ്താനോട് ചോദിച്ചു, 25 ലക്ഷം നാര്യത്ത് സ്വലാത്താണ്, അത് മുംകിനാണോ ചോദിച്ചു നോക്കാനും. പച്ച പൊള്ളല്ലേ പറഞ്ഞു ചോദിച്ചു നോക്കാണെന്ന്. അത് 25 ലക്ഷം നാര്യത്ത് എഴുത്ത് കിട്ടിയ ആ എഴുത്ത് എൻ്റെ കയ്യിലും തന്നു. 25 ലക്ഷം നാര്യത്ത് സ്വലാത്ത്, ഇന്ന ആജിയുടെ പേര്, അയാളുടെ ഭാര്യയും മക്കളും. പറഞ്ഞ ആചാരേ, റസൂലുള്ളാഹിനെ കൊണ്ട് കളിക്കരുത് കേട്ടാ, കളി തീക്കളിയാ, വെള്ളം കിട്ടാതെ മൂത്തു വലാത്ത അയ്യാ, ഇത് ചെറിയ വിഷയമാണ്. അപ്പൊ മൈക്കിലൂടെ പേരൊന്ന് വരാൻ, അപ്പൊ നമ്മൾ പറയല്ലോ ഇന്ന ആചാരും ഇത്ര, എന്നിട്ട് അതിന് സമ്മാനം ഉള്ളത് ചെയ്തിട്ട് കൊടുക്കുക, പ്രോത്സാഹിപ്പിക്കണം എന്നല്ല. അത് ഞങ്ങളൊക്കെ ചെയ്യണേ. അതല്ല കേട്ടോ, ഞാൻ അങ്ങനത്തെ ആളല്ല, ആ രൂപത്തിലൊരു നിരൂപണം നടത്തുന്ന ആളല്ല. പക്ഷെ ഇത് മനസ്സിൽ വല്ലാത്ത വേദന. 25 ലക്ഷം നാര്യത്ത് സ്വലാത്ത് എല്ലീന്ന് ഒരാഴ്ച കൊണ്ടപ്പോ ഈ പറയണേ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഈ പറഞ്ഞത്? അപ്പൊ അതിന്റെ കഥകൾ ആലോചിച്ച് നോക്കി നിങ്ങൾ. അങ്ങനല്ല, വാട്സപ്പിലൂടെയും മറ്റും അറിയിക്കാനല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിത്തങ്ങളോട് അതിനുള്ള അടുക്കാനുള്ള വഴിയായി ശഫാഅത്തുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറൂ മിനസ് സ്വലാത്തി അലയ്യ ഫഇന്നി അശ്ഫഉ ലക്കും അലാ ഖദരി ദാലിക മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ നിങ്ങൾ ശബ്ദമൊന്നുമില്ലല്ലോന്ന്? ഞാൻ നിർത്തണ? നിങ്ങൾക്ക് നിർത്തണം എന്ന് പറഞ്ഞാൽ ഒരാൾ കൈയൊക്കിയാൽ ഞാൻ നിർത്തിക്കോളട്ടാ. എനിക്കൊരു അർജന്റും ഇല്ല. ഇവിടെ കൂടുതലേക്ക് എത്തിയാൽ പോരെ. ബാല് കഴിഞ്ഞിട്ട് സാധാരണ കുറെ അകലങ്ങൾ വീട്ടുകാരില്ല. എന്നോട് പൈസ വെച്ചു ഇങ്ങനെ എന്ന് പോയപ്പോ ഇന്നലെ അത്യാവശ്യം അപ്പുറത്താ, നാളെ പയ്യന്നൂർ വീട്ടുകാരാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിവിടെ ചെറിയ മുറ്റത്താണ്. അപ്പൊ ഒരു അർജന്റും ഇല്ല. നിങ്ങൾ ഉറക്കെ ചൊല്ലിയ ബീവിങ്ങളെ മുഹമ്മദുർ റസൂലുള്ളാഹി. മക്കളെ, ചോട്ടക്കുട്ടികൾ ഉറക്കെ ചൊല്ലി. നല്ല പെൺകുട്ടികൾ കിട്ടാൻ എന്താ വെക്കണം, അടിപൊളി ചൊല്ലി. മക്കളെ ഉറക്കെ ചൊല്ലി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിത്തങ്ങൾ പറയുന്നു, ഇവിടെ എന്നല്ല പള്ളിക്കാട്ടിലും ആഖിറത്തിലും എല്ലാം അക്സിറൂ മിനസ് സ്വലാത്തി അലയ്യ. ബടാ ആലിമീങ്ങളൊക്കെ വരുന്നു. ഇങ്ങോട്ട് അക്സിറൂ മിനസ് സ്വലാത്തി അലയ്യ, എന്റെ മേൽ ധാരാളം സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിച്ചോളൂ. ഫഇന്നി അശ്ഫഉ ലക്കും അലാ ഖദരി ദാലിക. ഓ സ്വഹാബികളെ, ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറയാ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ ഖദർ കണ്ട് നിങ്ങൾക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യും. അവിടുത്തെ ശഫാഅത്തല്ലേ നമുക്ക് വേണ്ടത്? അവിടുത്തെ ശഫാഅത്ത് എവിടെയും കൊടുങ്ങൂലല്ലോ. റസൂലുള്ളാഹിന്റെ ചെറിയൊരു നോട്ടം അള്ളാഹു നമുക്ക് നൽകുകയാണെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യം ഒന്നും പേടിക്കേണ്ടി വരില്ല. അതുപോലൊരു കടക്കാരനായി മരിക്കേണ്ടി വരില്ല. കടക്കാരനായിട്ടല്ല, വലിയൊരു പ്രശ്നമാണ്, വലിയൊരു അദാബാണ്. നമ്മളൊക്കെ കുണ്ടൂർ ഉസ്താദിന്റെ മക്കളാ. 5 ഉറുപ്യ കടം വെച്ചതിന് രാത്രി ഉറങ്ങിയില്ല. 5 സക്കാത്ത ഒറ്റ അക്കം തന്നെ പറഞ്ഞേ. നമ്മൾ ഒരു 5 തരുന്ന 5 അല്ലട്ടാ, സാധാ 5 ഹബീബി. 5 ഉറുപ്യ കടം വെച്ചിട്ട് അതെന്നെ നമ്മളെ കുണ്ടൂർ പള്ളിയില് മഗ്‌രിബിന്റെ ശേഷം ഒരു സാധു ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു. അപ്പൊ കുണ്ടൂർ ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ എന്താ ഇപ്പൊ ഇവിടെ ഇരിക്കണേ? പെരീക്കുവാതെ. അപ്പൊ ബസ്സിന് പൈസ ഇല്ല. അപ്പൊ കുണ്ടൂർ ഉസ്താദ് ഒരാചാര്യത്തുനിന്ന് 5 ഉറുപ്യ വാങ്ങി കൊടുത്തു. അന്ന് 5 ഉറുപ്യ മതി, 5 ഉറുപ്യ വാങ്ങി കൊടുത്തു. 30 കൊല്ലം മുമ്പാ. ഞാനൊക്കെ ചമ്മാടെക്കണ കാലത്താണ് ഷെയ്ഖുനാന്റെ കൂടെ. അപ്പൊ 5 ഉറുപ്യ വാങ്ങിക്കൊടുത്തു. കുണ്ടൂർ ഉസ്താദ് രാത്രി, ഇതിപ്പോ എനിക്കും ശല്യമാണ്, അപ്പോ ഞാൻ പറയുന്നേ നോക്കി നിങ്ങള്, ഞാൻ എന്താ പറഞ്ഞു, കുണ്ടൂർ ഉസ്താദേ 5 ഉറുപ്യ വാങ്ങിക്കൊടുത്തു. രാത്രി 1 മണി 12 മണി കഴിഞ്ഞിട്ടും
ഉസ്താദ് ഉറങ്ങണില്ല. ഇന്ന് ബാവാക്കൊക്കെ ഹയാത്തുള്ളല്ലേ. ബാവാക്കപ്പ ബാവജിയെപ്പോൾ ചോദിച്ചു, ഇപ്പം എന്താ ഉറങ്ങാത്തത്? അപ്പോൾ ഉസ്താദ് പറയാ, ഞാൻ ഒരാൾക്ക് 5 ഉറുപ്പ്യ കൊടുക്കാണ്ട് ഞാനിങ്ങനെ ഉറക്ക് വരുമോ. അപ്പോൾ മക്കൾ 5 ഉറുപ്പ്യ കൊടുത്തു. എന്നാ കുണ്ടൂർസ്താദ് ഉറങ്ങണ്ട, നമുക്ക് ബാവാ നാളെ നേരം വെളുത്തിട്ട് ഉറങ്ങാലാ, ഇതാ പെരിയെ കൊണ്ടുകൊടുത്തിട്ട് തരിക. നിങ്ങൾ ആലോചിച്ച് നോക്കി, കുണ്ടൂർസ്താദ് ആ പെരി ചെന്ന് നോക്കുമ്പോൾ അവിടെ ആൾ ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങളാളെ വിളിച്ചുകൊടുത്താനും പാടില്ലല്ല. നേരം വെളുക്കുന്നത് വരെ ഉസ്താദ് ഉറങ്ങാതെ അയാൾ സുബ്ഹിക്ക് പള്ളിയിൽ വരാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ നിങ്ങൾ 5 ഉറുപ്പ്യ ഉസ്താദ് കൊടുത്തിട്ട് എന്നിട്ടാണ് തിരിച്ചു വരുന്നത്. കുണ്ടൂർ ഉസ്താദിന്റെ മക്കളാണ് നമ്മൾ. ഇന്ന് കടം വാങ്ങാൻ ഒരു പേടിയില്ല. കടം വാങ്ങിയിട്ട് കൊടുക്കാതെ നിനക്ക് അത്രയും പേടിയില്ല. അവധി എത്തിക്കഴിഞ്ഞാൽ ഫോൺ ഓഫാക്കി നിനക്ക് തീരെ പേടിയില്ല. ബൈക്കടവ് ഒഴിച്ച് കൂട്ടിക്കോളൂ. നോക്കി നിങ്ങൾ, ആ തൊപ്പി മുന്നിൽ നിന്നല്ല, കുഞ്ഞുട്ടിന്റെ അഞ്ജനാണ്. നോക്കി നിങ്ങൾ. അപ്പോ ഞാൻ പറയുന്ന ഒരു പേടിയില്ല, കടം വാങ്ങാൻ യാതൊരു പേടിയില്ലല്ല. അഥവാ ഇന്ന് കണ്ണടഞ്ഞാൽ പള്ളിക്കാടിന്റെ അവസ്ഥ എന്താ? ആരാണ് നമ്മുടെ കടം വീട്ടാണ്ടാവുക? ഏതെങ്കിലും മനുഷ്യൻ കടം വീട്ടാൻ വരുമോ? കരയാനൊക്കെ ആളുകൾ ഉണ്ടാകുന്നു, പറയാനൊക്കെ ആളുകൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതിനൊക്കെ റസൂലുള്ള ഒരു മനുഷ്യന്റെ കൽബിൽ പതിക്കാൻ കൽബിലുണ്ട് എങ്കിൽ കടക്കാരനായി മരിക്കേണ്ടി വരില്ല. അതാണ് അവിടുത്തെ നസ്ർ, അവിടുത്തെ സഹായം അത് തന്നെയാണ്. അല്ലാഹു അതിനെ വഴി കാണിച്ചു തരും. മാത്രമല്ല, അക്സുറൂ മിനസ്സലാത്തി അലയ്യ ഫഇന്നീ അശ്ഫഉ ലക്കും. ഓ സ്വഹാബികളെ, എന്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലടേ. എന്നാൽ അലാ ഖദിരി ദാലിക, അതിന്റെ ഖദർ കണ്ട് ഞാൻ നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യുന്നതാ. നബി തങ്ങൾ പറഞ്ഞു, ലിൽ മുസല്ലി അലയ്യ നൂറുൽ അലസ്സിറാത്ത് വമൻ കാന അലസ്സിറാത്തി മിൻ നഹരിൻ നൂർ ലം യകും മിൻ നഹരിൻ നാർ. ഖാല റസൂലുള്ളാഹി ലിൽ മുസല്ലി അലയ്യ നൂറുൽ, എന്റെ മേൽ സ്വലാത്തുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്ന എന്റെ ഉമ്മത്തിലെ മക്കൾക്ക് സിറാത്തി എന്ന പാലത്തിന്റെ അരികിൽ നല്ല വെളിച്ചമുണ്ടാകും. വമൻ കാന അല സിറാത്തി മിൻ നഹരിൻ നൂർ, സിറാത്തി എന്ന പാലത്തിന്റെ അരികിൽ വെളിച്ചം ലഭിച്ചു കഴിഞ്ഞാൽ ലം യകും മിൻ നഹരിൻ നാർ, ആ കുട്ടി നരകത്തിൽ കിടക്കില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. നോക്കി നിങ്ങൾ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനിത്ര വിഷയമൊന്നുമില്ല. എങ്ങോട്ട് പോകുകയാണെങ്കിലും, നമ്മൾ യാത്ര ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും കാറിലാണെങ്കിലും ഏതൊരു സ്വലാത്തൊരു ചെറിയ ഒരു സ്വലാത്തുമായൊരു ബന്ധം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നാൽ നബിത്തങ്ങളുടെ ശഫാഅത്ത് കിട്ടും. ഒന്ന്, ഞാനൊരു 15 കാര്യങ്ങൾ മഹാന്മാർ അതിൽ നിന്ന് 15 മാത്രം, അത് എല്ലാം പറയൂല, ഒരു 4-5 കാര്യം ഇപ്പൊ പറയുന്നുള്ളൂ. ഞങ്ങൾ എഴുതിക്കൊണ്ടത് വായിക്കുകയാണ്. അപ്പോ ഒന്ന്, നബിത്തങ്ങളുടെ ശഫാഅത്ത് കിട്ടും. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് അതൊരു വല്ലാത്ത തൗഫീഖാണ്. ഒന്നത്. രണ്ടാമത്തൊന്ന്, സിറാത്ത് എന്ന പാലത്തിന്റെ അരികിൽ നല്ല വെളിച്ചായിരിക്കും. അടി തെറ്റി വീഴൂല. തെറ്റി വീണാൽ ആളിക്കുന്ന ജഹന്നമിലായിരിക്കും. ഒരിക്കലും സ്വലാത്തുമായി ബന്ധമുള്ളൊരു കുട്ടി കാല് തെറ്റി ജഹന്നമിലേക്ക് വീഴേണ്ടി വരില്ല. മൂന്നാമതായി പറയുന്നു, അല്ലയോ സ്വഹാബികളെ, ഇന്ന ഔലന്നാസി ബി അക്സറുഹും അലയ്യ സ്വലാ, എന്നോട് ഏറ്റവും അടുക്കുന്നവർ, ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന എന്റെ ഉമ്മത്തിലെ മക്കളാകുന്നു. ഏറ്റവും അടുക്കുന്നവർ. മഹാന്മാരിങ്ങനെ കരഞ്ഞ്, ഫൈസുസാദൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്, ലേഖനം തന്നെ എഴുതിയത്, പുസ്തകങ്ങൾ എഴുതിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞ ചില മഹാന്മാർ 500 കിലോമീറ്റർ അപ്പുറത്തെങ്കിലും അവിടുത്തെ മുഖമൊന്ന് കാണിച്ചു തരണേ അല്ലാഹ്. നാളെ ആഖിറത്തിൽ ഒരു 500 കിലോമീറ്റർ അപ്പുറത്ത് അവിടുത്തെ ആ വെളിച്ചം കണ്ടിരിക്കാണ് തൗഫീഖ് തരണേ എന്ന് ദ്വാരക്കുന്നവരുണ്ട്. എന്താ? അത്തൈതു ഇലൈക യാ സനദി വഅൻത ദഖീറതി ലിഗദി ശഫീഅൽ ഖൽഖി ഖുദ് ബിയദി വകുൻ ഗൗസി റസൂലല്ലാഹ്. മുടന്തൻ കാലുമായി നിരങ്ങി നടന്നിട്ട് അവിടുന്ന് ആശ
കാശില്ല, മദീനയൊന്ന് കാണണം, മദീനയുടെ പച്ചക്കുബ്ബയുടെ പരിസരത്തൊന്നിരിക്കണം, ആ പച്ചക്കുബ്ബയൊന്ന് കണ്ടിട്ട് ഒരു 10 സ്വലാത്ത് ചൊല്ലണം. എന്താ സഹോദരങ്ങളെ, കോടികൾ ആസ്തിയുണ്ട്, മദീന കാണുമെന്ന ധാരണയുണ്ട്, പ്രയാസാണ്. മദീന കണ്ടുകൊള്ളുന്നില്ല. 10 പൈസ അല്ല, ഹറമേന് കണ്ടൂടെ? നിങ്ങൾ മൂളിനില്ലല്ലോ, മുണ്ടനില്ലല്ല. അക്ബറോ, എന്താ 10 പൈസ അല്ലെങ്കിൽ ഹറമേന് കണ്ടൂടെ? നിങ്ങൾ എന്താ മുണ്ടാത്ത ബീവിങ്ങളെ? കാണാന് കഴിഞ്ഞ ഹജ്ജിലൊരു മുത്താലിമിനെ ഹറമൊന്ന് കണ്ടു. കഴിഞ്ഞ കൊല്ലേ ഒരു ഹജ്ജ് വഴി ഒരു മുത്താലിമിനെ, ആ കുട്ടിയുടെ ഉമ്മയും വാപ്പയൊരു വാടക വിട്ട് നമ്മളെ മലപ്പുറം ജില്ലയില മഞ്ചേരി പരിസരത്താ. നോക്കിങ്ങള്, ഒരു വാടക വിട്ട് താമസിക്കുന്ന, വാടക വിട്ട് എന്ന് പറഞ്ഞാൽ വാടക മുറി എത്ര വാടക അറിയങ്ങള്? 500 ചില്ലറേ ഉള്ളൂ. 500 രൂപ. അപ്പൊ വാടക മുറി എത്രയേ കാരം? ഞാൻ പറഞ്ഞ ആശയങ്ങൾക്ക് തിരിയില്ല ആ വാടക മുറിയുടെ കോലം. അപ്പൊ ഈ കുട്ടിയൊന്നും ഒരിക്കൽ ഹറമ് കാണുന്നുള്ള മുഹാല് പോലെ കരുതിയതാ. അപ്പൊ മത്താഫിൽ ഇരുന്നിട്ട് ആ കുട്ടി ഇങ്ങനെ കരയണ്. രാത്രിയായപ്പോ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, സാദാത്തുക്കളുണ്ട്, ഉസ്താദുമാരിവിടെയുണ്ട്, ഒരുപാട് വലിയ ആലിമീങ്ങളെ വളർത്തിയ നമ്മുടെ കെട്ടിങ്ങലെ ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരൊക്കെ അവിടെ ഉണ്ട്. ഞാൻ അവരൊക്കെ ഇരുത്തിയിട്ട് പറയണത്, ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. ഈ മുത്തഅല്ലിമ് കഅബത്തിന്റെ പരിസരത്ത്, ഇപ്പം നമ്മൾ തിരക്കുള്ളോണ്ടേ ഹജറുൽ അസ്വദിന്റെ പരിസരത്ത് നേരെ ബാക്ക് സൈഡിൽ എന്താണ് ആ കില്ലനെ പിടിച്ചിട്ട് ആ കുട്ടി എന്ത് കരച്ചിലറിയാം. ഒരു 18-19 വയസ്സേ ആയിട്ടുള്ളൂ. എന്താണ് ആ കുട്ടിയുടെ കരച്ചില്? കില്ല പിടിച്ച് കരയന്നെ. നമ്മൾ റഈസുസ്സാഹിദീൻ തങ്ങളുടെ ചരിത്രം പറയാറുണ്ട്, ഞാൻ ഒരുപാട് വാഴ്ന്നു പറയാറുണ്ട്. റഈസുസ്സാഹിദീൻ തങ്ങള് മത്താഫിരിക്കുമ്പോൾ അവിടെ സ്വന്തം മോനെങ്ങനെ കില്ല പിടിച്ചിങ്ങനെ കരയാം. അതൊരു വല്ലാത്ത ഒരു 10-17-18 വയസ്സുള്ള കുട്ടിയെ കില്ല പിടിച്ചിട്ട് ഇങ്ങനെ കരയുമ്പോൾ റഈസുസ്സാഹിദീൻ മഫ്കൂദായ കാല, നാടുവിട്ട് നടക്കുന്ന കാല. അപ്പൊ ബഹുമാനപ്പെട്ടൊരു ചിന്തയിൽ, പടച്ചവനെ അതുപോലത്തെ ഒരു കുട്ടിയൊക്കെ എനിക്കുണ്ടായിരുന്നെങ്കിൽ. ആലോചിക്കി, നേരം വെളുക്കുന്നവരെ കരയന്നെ. സുബഹി ബാങ്ക് വിളിക്കാനാകുമ്പോൾ സൊഫ് കെട്ടുമല്ലോ മത്താഫില്. അപ്പൊ അതുപോലെ സൊഫ് കെട്ടി. അപ്പൊ ഈ കുട്ടി വന്ന് നിൽക്കുന്നത് റഈസുസ്സാഹിദീൻ തങ്ങൾ അറിയില്ല. ഇത് ഞാൻ എത്ര കാലം പറയാറുണ്ട്. അപ്പൊ ഈ കുട്ടിനോട് ബഹുമാനപ്പെട്ടവർ ഇബ്രാഹിം നദി തങ്ങൾ ചോദിച്ചു, മോന്റെ പേരെന്താ വെച്ചു? പേര് പറഞ്ഞു. മോന്റെ നാട് എവിടെ വെച്ചു? നാട് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ ഇബ്രാഹിം തങ്ങളുടെ നാട്ടിലാണ്. അപ്പൊ ബഹുമാനപ്പെട്ട് ചോദിച്ചാ, മോനെ അവിടെ എവിടെ നിങ്ങളെ വീട് വെച്ചു? അവിടെ പള്ളിയുടെ എന്ന ഭാഗത്താണ്, അവിടെ തന്നെ ഇവരും വീടേ. അപ്പൊ ഈ കുട്ടീനോട് ചോദിച്ചു, മോന്റെ ഉപ്പാന്റെ പേരെന്താ വെച്ചു? വാപ്പാന്റെ പേര് ചോദിച്ചപ്പോ ഈ കുട്ടിയുണ്ട് മത്താഫ് എന്നൊരു പൊട്ടല്, വാപ്പാന്റെ പേര്. അപ്പൊ ഈ മഹാൻ ചോദിക്ക, മോനെ ഉപ്പാന്റെ പേര് പറഞ്ഞപ്പോ എന്തിനാ ഇങ്ങനെ കരഞ്ഞത് വെച്ചു? അപ്പൊ കുട്ടി പറയാ, ഒന്നുമില്ല, എൻ്റെ ഉപ്പ എൻ്റെ 2 വയസ്സിലോ 3 വയസ്സിലോ പോയതാണത്ര. എൻ്റെ ഉമ്മ പറയും, എൻ്റെ വാപ്പാന്റെ പേര് ഇബ്രാഹിം നദി എന്നാ. ആരോടെ പറയണ്? ഇബ്രാഹിം നദി തങ്ങളോട്. അപ്പോ ഉപ്പാടെ പേര് ഇബ്രാഹിം നദി എന്നാണ്. അപ്പൊ എൻ്റെ ഉപ്പാന്റെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, വാപ്പാനെ കേട്ടപ്പോ കരഞ്ഞു പോയതാണ്. അപ്പൊ ബഹുമാനപ്പെട്ടവരങ്ങനെ അടക്കം വെച്ചിട്ടേ അവിടുന്ന് ചോദിക്കുകയാണ് ഈ കുട്ടിയോട്, മോന് നേരം വെളുക്കോളെ കില്ല പിടിച്ചിട്ട് വല്ലാതെ കരഞ്ഞല്ലോ, അതെന്തിനാ മോനെ വെച്ചു? അപ്പൊ കുട്ടി പറഞ്ഞത്, പടച്ചവനെ എൻ്റെ വാപ്പ ഹയാത്തിലുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചതാല്ല, ഞാൻ അതാണ്. അപ്പോ മത്താഫെന്ന് കബ്ബലഹു അനഖു, മോനെ ഞാനാണ് ഉപ്പ. നിങ്ങൾ ആലോചിച്ച് ആ നിർണായകഘട്ടം. പിന്നെ അവിടെ നടന്ന സംഭവങ്ങൾ ഞാൻ ഇപ്പം പറയുന്നില്ല. ഈ വാപ്പി മകനൊന്ന് സംസാരിച്ച രംഗങ്ങൾ അതൊരു വല്ലാത്ത അനുഭൂതിയല്ലേ. എന്നാൽ ഇത് നമ്മൾ വഅദ് പറയാനുണ്ട്. ഒരു മുത്തഅല്ലിമിനെ കഴിഞ്ഞല്ല ഹജ്ജ് വേളയിൽ കണ്ടുവന്നു. ആ കുട്ടി കില്ല പിടിച്ചിങ്ങനെ കരഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചു. നല്ല കരഞ്ഞത്. അപ്പം ഈ കുട്ടി പറയാ, ഞാൻ ആദ്യം ചോദിച്ചു മോനെങ്ങനെ ഇവിടെ എത്തിയത് വെച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, എൻ്റെ ചെലവിട്ടേര് കൊണ്ടുവന്നാണ്. പോരേന്ന്, എൻ്റെ ചെലവിട്ടേര് കൊണ്ടുവന്നാണ്. എന്നോട് വെച്ചു ഞങ്ങൾ കുട്ടി വരണം വെച്ചു, പാസ്പോർട്ടൊക്കെ അവരെന്നെ എടുത്തെന്ന് അങ്ങനെ അവർ കൊണ്ടുവന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, നല്ല കരച്ചിൽ തരുന്നതായിരുന്നു നീനല്ല. അപ്പം പറയാ, ഞാൻ വരിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പി എന്നോട് പറഞ്ഞു, മോനെ ഞങ്ങൾ ജീവിതത്തിൽ മക്കയും മദീനൊന്നും കാണുന്നില്ല, മോനെ ഹറമിൽ ചെന്നാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് കാലുകുത്താൻ, ഹജ്ജിനൊന്നും വേണ്ട, ഒരു ഉംറക്കെങ്കിലും ഒന്ന് കാലുകുത്താനുള്ള തോഫീക്കിന് കുട്ടി ദ്വാരക്കണ്ട. അപ്പം ഈ കുട്ടി പറയാ, എൻ്റെ ഉമ്മയും വാപ്പിയും പറഞ്ഞു, ഞാൻ അവർക്ക് വേണ്ടി ദ്വാരുന്നതാണ്. എൻ്റെ ഉമ്മയും വാപ്പിയും അവർ മരിക്കുന്നതിന് മുമ്പ് ഹറമിലൊന്ന് കാലുകുത്താനാണ്. നിങ്ങൾ ആലോചിക്കും, ഈ കുട്ടികളെ ദ്വാ വല്ലാത്ത ഫല എന്നുള്ളതേ. അവരിപ്പോൾ ഈ കഴിഞ്ഞ റമദാൻ മുമ്പ് 2 പോയിന്ന് 10 ദിവസമൊക്കെ ചിലവില്ല.
ആരോ കൊണ്ടുപോയതാ, ആരോന്നൊന്നല്ലേ, നമുക്ക് അറിയണ ആച്ചുമാരാ, ആരോ കൊണ്ടുപോയിന്ന്. അപ്പൊ കുട്ടികളെ ദ്വാക്കുകൾ ആ ഹറമെന്നുള്ള ദ്വാ ഒരു വല്ലാത്ത സംഭവമല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു തആല നമ്മളെ മക്കളെ കൊണ്ട് ഖുർറത്തുൽ ഐൻ, കൺകുളിർമ നമുക്ക് നൽകുമാറാവട്ടെ, കൺകുളിർമ നമുക്ക് നൽകുമാറാവട്ടെ. 10 പൈസ അല്ലെങ്കിലും മദീനയിൽ ഹറമിലും എത്തും. കോടികൾ ആസ്തിയുണ്ടെങ്കിലും എത്തിക്കൊള്ളണമെന്നില്ല. എന്നാൽ അവിടുന്ന് നിരങ്ങി രണ്ട് അവിടെ മുടന്തൻകാരുമായി നിരങ്ങിയിട്ട് ഷക്കീഖുൽ ബൽഖിയ വഴിയിൽ വെച്ച് കണ്ടു. ഈ നിരങ്ങി നടക്കുന്ന കുട്ടി ഷക്കീഖ് തങ്ങൾ ചോദിച്ചു, മോൻ എവിടത്തേക്കാ? ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ, റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക്, മദീനയിലേക്കാണ്. അപ്പോ ഈ കുട്ടി ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ ഷക്കീഖാണ്. അപ്പൊ കുട്ടി ചോദിക്കുക, റസൂലുള്ളാഹിനെ കണ്ടൊരു ഷക്കീഖുണ്ട്, അവരാണോ? നഅം നഅം. അപ്പൊ ഈ കുട്ടി എന്താ ചെയ്യുന്നറിയാ? ഈ മുടന്തൻകാരുമായി മെല്ലെ ഇങ്ങനെ കൈപൊക്കിയിട്ട് ഒക്കെ ഒന്ന് തലതാത്തി തിരുവച്ചു. തലതാത്തി ആ കണ്ണെന്നിങ്ങനെ തടവിട്ട് അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹിനെ കണ്ണ തൗഫീഖ് കിട്ടിയ ആ കുട്ടി ആ കൈയൊന്നിങ്ങനെ ചുംബിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ രൂപത്തിൽ ഇനി എന്നെപ്പോലെ മുടന്തൻകാട് മദീനത്തെ അത്ര പിടിക്കും മോനെ, മാസങ്ങൾ പിടിക്കും, ദുആ ചെയ്യാൻ പറഞ്ഞു. ഒരു നീണ്ട സംഭവം. ആ കുട്ടി എത്തി, മദീനയുടെ അതിർത്തിയിലെത്തി. ആ കുട്ടി അവിടുന്ന് ദുആ ചെയ്യാ, പഠിച്ചവനെ ആ മിഹ്റാബിന്റെ ചാരത്തേക്കൊന്ന് എത്തിക്കോ. മിഹ്റാബിന്റെ അവിടെ എത്തി. നിസ്കാരം എല്ലാവരും വഴിമാറി കൊടുക്കുക. 2 റക്അത്ത് നിസ്കരിച്ചു. നേരെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ആ കുട്ടി ചോദിക്കുക, എനിക്ക് അവിടുത്തെ ചാരത്ത് വന്നിട്ട് ഒരു സലാം പറയും, റസൂലുള്ളാഹിന്റെ നേർക്ക് നേരെ. അങ്ങനെ ചാരത്ത് പോയി, അത്തൈതു ഇലൈക യാ സനദി വ അൻത ദഖീറതി ലിഗദി. ഉപ്പാപ്പ, ഈ മുടന്തൻകാരുമായി നിരങ്ങി ഇവിടെ എത്തിയില്ലേ? അങ്ങനെ കാണുന്നുണ്ടല്ലോ, ഈ കൈകാലുകൾ പല നിലക്കും മുറിവേറ്റിട്ടുണ്ട് നിരങ്ങിയിട്ട്. എന്നെ അങ്ങ് കാണുന്നില്ലേ? ഞാൻ അങ്ങേ കാണുന്നില്ല. ഒരു നോക്ക് കാണാൻ ആഗ്രഹമുണ്ട്. ആ കുഞ്ഞ് അൽഹംദുലില്ലാഹ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്